അവൾ ആരെ എന്തെന്നൊക്കെ അറിഞ്ഞിട്ട് മതി ഇനി ജോലിക്ക് നിർത്തുന്നത്. അല്ലാതെ ഇവിടെ വരൂ. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഗോപാലേട്ടൻ. അതാരാ? എന്റെ കെട്ടിയോനാ. അയാൾക്ക് ഈ കുടുംബം ഇതിനു മുമ്പ് അറിയും? ഇല്ല മാഡം, ആരോ പറഞ്ഞറിഞ്ഞൂന്നാ ഗോപാലേട്ടൻ പറഞ്ഞു. ഇന്നലെ നീ ഒരു പായസം ഉണ്ടാക്കിയില്ലേ? അതുണ്ടാക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ? അത് ചോദിച്ച കേട്ടില്ലേ? അത് ഞാൻ എനിക്ക് അറിയാവുന്ന മാതിരി. പൂജാമുറി ഒരുക്കാനോ? പൂജാമുറി അങ്ങനെ ഒരുക്കാനായിട്ട് നിന്നെ ആരാ പഠിപ്പിച്ചത്? അത് ഞാൻ ഒരുക്കിയത് ശരിയായില്ലേ മാഡം? ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. നിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ ആരാ, എവിടുന്ന് വന്നെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. മാഡം, ഞാനൊരു പാവമാണ്. ഗോപാലേട്ടൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് ലോട്ടറി വിറ്റാല് കഷ്ടിച്ച് അടുപ്പ് പുകയാനുള്ളത് എന്തെങ്കിലും കിട്ടും. പിന്നെ മോളുടെ കാര്യം ആലോചിച്ചിട്ടാ ഞാനിങ്ങനെ ഒരു ജോലിക്ക് ഇറങ്ങിയത് തന്നെ. മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. അത് വേണ്ട. നീ ആരാണെന്ന് എനിക്ക് അറിയണം. നിന്റെ പ്രവൃത്തികൾ ആർക്ക് വേണ്ടിയാണെന്നും അറിയണം. അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. മനസ്സിലായോ? ശരി മാഡം. സിനി പറഞ്ഞ കേട്ടല്ലോ. ഓക്കെ മാഡം, പോയിക്കോളൂ. അവര് പറയുന്നതൊക്കെ സത്യമാണെന്നാ തോന്നുന്നേ മാഡം. സത്യമല്ല, അതെനിക്കറിയാം.